ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് കാലടിയിലേക്കാണ്. അദ്വൈതത്തിൻ്റെ സ്ഥാപകനായ അല്ലെങ്കിൽ അദ്വൈതത്തിൻ്റെ ആചാര്യനായ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണല്ലോ കാലടി. കാലടി ഇന്ന് ലോകത്തറിയപ്പെടുന്നത് ആദിശങ്കരൻ്റെ ജന്മസ്ഥലം എന്നുള്ള തരത്തിലാണ്. തന്നെയുമല്ല, ശങ്കരാചാര്യരുടെ ഓർമ്മയ്ക്ക് അവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു മണ്ഡപം സ്ഥാപിച്ചിട്ടുണ്ട്. ആദിശങ്കരൻ്റെ ജന്മം മുതൽ ആദിശങ്കരൻ്റെ അവസാന നാൾ വരെയുള്ള മുഴുവൻ ഹിസ്റ്ററിയും രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡപമാണ് ഈ കാണുന്നത്. ബാല്യത്തിൽ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഉള്ളത്. 40-45 വർഷം മുൻപ് സ്കൂളിൽ നിന്നും ടൂർ പോയ സ്ഥലം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ആദിശങ്കരനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാര്യമായി മനസ്സിലാക്കി വരുന്നത്. കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്താണ് ആദിശങ്കരൻ എന്നൊക്കെ നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഈ സ്തൂപത്തിൻ്റെ പേര് തന്നെ ശ്രീ ആദിശങ്കര ഭഗവത് പാദ കീർത്തി സ്തംഭ മണ്ഡപം എന്നാണ്. ആ വാക്കിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ മണ്ഡപത്തിന് അല്ലെങ്കിൽ ഈ സ്തൂപത്തിന്. ഇംഗ്ലീഷുകാരൊക്കെ വന്ന് ആദിശങ്കരനെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുന്ന കാഴ്ചകളും നമുക്ക് കാണാം. 7 നിലകളിലായി ഈ സഭ സ്ഥിതി ചെയ്യുന്നു. ശങ്കരാചാര്യരുടെ ജന്മം മുതൽ മരണം വരെയുള്ള മുഴുവൻ ഹിസ്റ്ററിയും ഈ ഒരു മണ്ഡപത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചരിത്രം എഴുതി വച്ചിട്ടുള്ളത് മാത്രമല്ല, അദ്ദേഹം ചെയ്തു പോന്നിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമെല്ലാം ചെറിയ വിവരണം ഉൾപ്പെടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലടി സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നതും ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ്. കാലടി ബസ് സ്റ്റാൻഡിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ആ പര്യായങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആത്മം എന്താണ് ബ്രഹ്മം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആചാര്യനാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കൊച്ചു വീഡിയോയിലൂടെ അവയൊന്നും ഒതുങ്ങത്തില്ല. എന്നാൽ അങ്കമാലി കാലടി റൂട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി ഒന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ആരാണ് ശങ്കരൻ അല്ലെങ്കിൽ ശങ്കരാചാര്യർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ മുകൾ വരെ ഒന്ന് കയറി ഇറങ്ങുകയേ വേണ്ടൂ. അപ്പോൾ നമുക്ക് അതെല്ലാം ഹൃദിസ്ഥമാകും. അത്രമാത്രം വിപുലമായ തരത്തിൽ അവിടെ എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണ്ഡപത്തിൻ്റെ പ്രത്യേകത. ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല എങ്കിലും 1-2 ക്ലിപ്പുകൾ ഞാൻ രേഖപ്പെടുത്തി. ഉള്ളിൽ വീഡിയോ പിടിക്കാനൊന്നും അനുവാദമില്ല. എന്നാൽ ചില കാഴ്ചകൾ എടുക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു. ഇത്തരത്തിൽ എല്ലാ ജീവചരിത്രം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഉൾപ്പെടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ 7 നിലയിലായി എന്നുള്ളതാണ് ഈ മണ്ഡപത്തിൻ്റെ പ്രത്യേകത. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വരും. മുകളിൽ നിന്നുള്ള ഈ സ്ഥാപനത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും ഇതിലൂടെ നമുക്ക് കാണാം. അതിൻ്റെ ഉയരം നമുക്കപ്പോൾ മനസ്സിലാകും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വീഡിയോകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.